ഇന്നത്തെ എൻ്റെ ഭക്ഷണം പഴങ്കഞ്ഞിയാണ്. നല്ല ചട്ടിക്കകത്ത് പഴങ്കഞ്ഞി ഇന്നലെ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. കാന്താരി മുളകില്ല, പകരം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ടോ പയറുണ്ട്, ചെറുപയറുണ്ട്, അച്ചാർ, മാങ്ങ അച്ചാർ, ഇത് കായ വരത്തിയതാണ്. ഉണ്ട് ഉണക്കമുളക്, അതായത് വറക്കണ മുളക്, അത് അതിന് വേറെ പേരുണ്ടല്ലോ, വറക്കണ മുളകിന് എന്താ പേര്, എന്തെങ്കിലും ആവട്ടെ, നമ്മൾ വറുത്തെടുക്കണ കഴിക്കില്ല. മുട്ടയുണ്ട്, മീനുണ്ട്, നല്ല കട്ടത്തൈരുണ്ട്, മീനിൽ നല്ല അടിപൊളി മുളകുണ്ട്. ഇതൊക്കെ കൂടി കഴിക്കണം. ഞാൻ എൻ്റെ ആദ്യത്തെ സംരംഭമാണ്. നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഓരോരുത്തർ കഴിക്കുമ്പോൾ എനിക്ക് കൊതി വരാറുണ്ട്. സാധാരണ ഇതെങ്ങനെയാണോ ഇതെങ്ങനെയൊക്കെ കഴിക്കണതാണ്. ഞാൻ ഇതിലോട്ട് മാങ്ങ അച്ചാറിട്ടു, ഇനി കായ ഇട്ടു. കായ കുറച്ചിടുന്നുള്ളൂ, കായ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, എന്നാലും ചോറിൻ്റെ കൂടെയാണ് രസമുണ്ട്. പിന്നെ പയർ കഞ്ഞിയല്ലേ, പയറിരിക്കട്ടെ, ചെറുപയറാട്ടോ, ചെറുപയർ ഉലത്തിയത് ഇട്ടു. ഇനി തൈര്, നല്ല കട്ട തൈരാണ്, ഈ തൈര് കൂടെ ഇട്ടു. നമുക്കിതൊന്ന് പീച്ചാം കൈ കൊണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ പീച്ച് കാണിക്കുമ്പോൾ സത്യം പറഞ്ഞ് കപ്പലോടിക്കാനാണ് ഉണ്ടായിരുന്നു എൻ്റെ നാക്കിനകത്ത്. ഇനി ഇങ്ങനെ കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഇതിലോട്ട് തന്നെയാണെന്ന് തോന്നി മുളക് പൊട്ടിച്ചിടണമെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ അങ്ങനെ ഇടാം, അതൊക്കെ അടിച്ചു തിന്നു അയപ്പിങ്ങനെ. എനിക്കിത് ശരിക്കും ഇതിങ്ങനെ കുടിച്ചത്ര വലിയ പോരാ. ഞാൻ ഇതിൽ മീനുണ്ട്, ഇത് ഞാൻ കഴിക്കാൻ പോവാണ്. കൊതിയിടരുത് കേട്ടോ ആരും. ആ ചൂട് സമയമല്ല, ഭയങ്കര ചൂടാണ്. എന്തൊരു സുഖം. ക്യാമറമാൻ്റെ വായിലൂടെ വെള്ളം വരുന്നുണ്ടോ സംശയമുണ്ട്. മുട്ട പിടിച്ചപ്പെടുത്തുന്നേക്കാല മുട്ട നല്ല ഓംലേറ്റാണ്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഇട്ട് സത്യം ഇത് ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. ചുമ്മയല്ല ആളുകൾ ഇതിൽ തള്ളണത്. മീനിൻ്റെ മുളക് ഇട്ടിട്ട് വെക്കാം ഉണ്ടോ. മീനിൻ്റെ അരപ്പെല്ലാം പിടിച്ച് എൻ്റെ പഴങ്കഞ്ഞി. നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇത്ര നാളും നിന്നെ ഞാൻ നോക്കാത്തതിന്